ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എന്തെന്നാൽ എൻ്റെ ക്യാമറ കാഴ്ചകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഞങ്ങൾ ഇവിടെ നോർത്തേൺ അയർലൻഡിലാണ് താമസിക്കുന്നത്. അതിൻ്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റ്, അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമുണ്ട്. അതാണ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. ഏവർക്കും അറിയാം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മളുടെ ആ ആഡംബര കപ്പലായ ടൈറ്റാനിക്, അത് നിർമ്മിച്ചിട്ടുള്ളതും അതിൻ്റെ ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലത്തേക്കുമാണ് ഇന്നത്തെ ഈ യാത്ര. ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ട്രാജഡിയിൽ മനുഷ്യൻ ഇന്നും മറക്കാതെ ഇരിക്കുന്നവയിൽ ഒന്നാണ് ടൈറ്റാനിക് എന്ന ആ ആഡംബര കപ്പലിൻ്റെ വീഴ്ച. ടൈറ്റാനിക് ബെൽഫാസ്റ്റിൽ ബേസിക്കലി അതൊരു മ്യൂസിയമാണ്. ടൈറ്റാനിക് കപ്പലുണ്ടാക്കുന്നത് മുതൽ അതിൻ്റെ ദുരന്ത കാരണവും അതിൻ്റെ അവശേഷിപ്പുകളും ഒക്കെ നമുക്ക് ആ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി കാണാൻ പോകുന്നതാണ് SS നൊമാഡിക് എന്ന ഈ കപ്പൽ. ഈ കപ്പൽ ഏകദേശം ടൈറ്റാനിക്കിൻ്റെ അത്രയും തന്നെ പ്രായമുള്ളൊരു കപ്പലാണ്. വലിയ കപ്പലുകളായ RMS ഒളിമ്പിക്കും RMS ടൈറ്റാനിക്കിനും വേണ്ടി പോസ്റ്റൽ സർവീസിലേക്ക് സഹായിക്കാനും അതേപോലെ തന്നെ തീരത്തു നിന്നും ആളുകളെ ആ കപ്പലിലേക്ക് എത്തിക്കാനുമായി ഉപയോഗിച്ചിരുന്ന ഒരു കപ്പലായിരുന്നു SS നൊമാഡിക്. ഇന്ന് ലോകത്തിൽ വൈറ്റ് സ്റ്റാർ ലൈൻ വെസൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു കപ്പൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ കപ്പലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഏകദേശം 200 മീറ്റർ മുമ്പോട്ട് മാറിയാണ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബൃഹത്തായ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് H&W കമ്പനി തന്നെയാണ്. H&W ഷിപ്പ്യാർഡിൽ ടൈറ്റാനിക് ഉണ്ടാക്കിയിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ടൈറ്റാനിക് ബെൽഫാസ്റ്റ് ടൈറ്റാനിക് കപ്പലിൻ്റെ അത്ര തന്നെ നീളത്തിലും അത്ര തന്നെ വീതിയിലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ആളുകൾക്ക് അതിൻ്റെ വലിപ്പവും അതിൻ്റെ മനോഹാരിതയും കാണിച്ചു കൊടുക്കാനാണ് നിർമ്മാതാക്കൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 2000-ഓളം രൂപയാണ് ഒരു ഫാമിലിക്ക് ഈ മ്യൂസിയം സന്ദർശിക്കാനായി സംഘാടകർ ഈടാക്കുന്നത്. ആദ്യത്തെ നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ചെല്ലുന്നത് എക്സിബിഷൻ ഹാളിലേക്കാണ്. ആ എക്സിബിഷൻ ഹാളിൽ 1900-കളിൽ എങ്ങനെയായിരുന്നു ആ കമ്പനി പ്രവർത്തിച്ചിരുന്നത്, അതേപോലെ തന്നെ ഏകദേശം നിർമ്മാതാക്കൾ പുനർനിർമ്മിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനാവുന്നതാണ്. RMS ടൈറ്റാനിക് എന്ന് പറഞ്ഞ ആ വലിയ കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പായ ഫ്രെയിമിംഗ് മുതൽ അവസാനത്തെ സ്റ്റെപ്പായ പ്ലേറ്റിംഗ് ആൻഡ് റിവറ്റിംഗ് വരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ലോഞ്ചിങ് സെക്ഷനാണ്. മെയ് 31, 1911 12:15 ടൈറ്റാനിക് എന്ന് പറഞ്ഞ കപ്പൽ നീരണിഞ്ഞത്. ആൾക്കാർക്കന്ന് നൽകിയിരുന്ന ലോഞ്ചിങ് ടിക്കറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. കടലിലേക്ക് ടൈറ്റാനിക്കിനെ ഇറക്കിയ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഇനി കാണാൻ പോകുന്നത് ടൈറ്റാനിക് കപ്പലിൻ്റെ ഉൾവശങ്ങളിലെ ഒരു 3 ഡയമെൻഷണൽ വീഡിയോ ടൂറാണ്. എൻജിൻ പ്രവർത്തിപ്പിക്കുന്നത് മുതൽ 1 മുതൽ 3 വരെ ക്ലാസുകളിലുള്ള ക്യാബിനുകളും അതിൻ്റെ പ്ലാറ്റ്ഫോമുകളും അവയൊക്കെ എങ്ങനെ നിലകൊണ്ടിരുന്നുവെന്നുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം പ്രൗഢിയുടെ പര്യായമായിരുന്ന ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ഉൾവശങ്ങളിലെ ഈ കാഴ്ച എനിക്കെന്നല്ല ഏവർക്കും ആശ്ചര്യകരമായി തോന്നാം. ഈ കാണുന്ന മുറിയാണ് കപ്പൽ നിയന്ത്രണത്തിനായി ഉപയോഗിച്ചിരുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ശില്പചാതുര്യവും പാശ്ചാത്യ രീതികളും സമന്വയിപ്പിച്ച് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ ഫർണിച്ചറുകളും മറ്റുമാണ് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഏപ്രിൽ 2 രാത്രി 8 മണിക്കാണ് RMS ടൈറ്റാനിക് 2000-ലധികം വരുന്ന യാത്രികരുമായി യാത്ര തിരിച്ചത്. ബ്രിട്ടീഷ് പ്രവിശ്യയിലുള്ള ബെൽഫാസ്റ്റിൽ നിന്നും അമേരിക്കൻ പ്രവിശ്യയിലുള്ള ന്യൂയോർക്കിലേക്കായിരുന്നു RMS ടൈറ്റാനിക് ആ യാത്ര തിരിച്ചത്. നിർഭാഗ്യവശാൽ 4 ദിവസങ്ങൾക്കിപ്പുറം ഒരു മഞ്ഞുമലയിലിടിച്ച് കടലിനടിയിലേക്ക് കൂപ്പുകുത്തുവാനായിരുന്നു ആ യാത്രയുടെ നിയോഗം. അന്ന് രക്ഷപ്പെട്ടത് ഏകദേശം 700 യാത്രികർ മാത്രമാണ്. ആ 700 യാത്രികരെയും രക്ഷപ്പെടുത്തിയത് കർപ്പാത്തിയ എന്ന് പറഞ്ഞ കപ്പലായിരുന്നു. RMS ടൈറ്റാനിക്കിൻ്റെ കപ്പിത്താനായിരുന്ന ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന് ഒട്ടേറെ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു. അവയൊന്നും കാര്യമാക്കാതെ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്ന ടൈറ്റാനിക് കപ്പൽ ചെന്നിടിച്ചത് ഒരു വലിയ മഞ്ഞുമലയിലായിരുന്നു. ആ മഞ്ഞുമലയിൽ ഇടിച്ചതിന് ശേഷം കപ്പൽ 2 തകർന്ന് കടലിനടിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ദുരന്തത്തിന് ശേഷമുള്ള റിസർച്ചുകളും മറ്റും ചെയ്തു വന്നിരുന്നത് ബ്രിട്ടീഷും അമേരിക്കൻ മാധ്യമങ്ങളുമായിരുന്നു. SS ടൈറ്റാനിക് ആയിരുന്നു ടൈറ്റാനിക് കപ്പലിൻ്റെ ലൈഫ് ബോട്ടായി ഉപയോഗിച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ടൈറ്റാനിക്കിൻ്റെ ദുരന്ത കാരണവും ഭാവനാത്മകമായ ആവിഷ്കാരങ്ങളും ചേർത്ത് ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചില സിനിമകളുടെ പോസ്റ്ററാണ് നമ്മളിപ്പോൾ കാണുന്നത്. സമുദ്ര പര്യവേഷകർ അവരുടെ റിസർച്ചിനായി ഉപയോഗിച്ചിരുന്ന സൈഡ് സ്കാൻ സോണറും നീന്തൽ വസ്ത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ മെഷീനാണ് 3.5 കിലോമീറ്റർ സമുദ്രത്തിനടിയിൽ വിശ്രമിക്കുന്ന ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി മനുഷ്യനെ സഹായിച്ചത്. ടൈറ്റാനിക് ബെൽഫാസ്റ്റിലെ യാത്ര അവിസ്മരണീയമാക്കാൻ സംഘാടകർ ഒരുക്കിയിട്ടുള്ള ഒരു ഷോപ്പാണിത്. ജിജ്ഞാസയും അതിലുപരി വിജ്ഞാനവും പ്രദാനം ചെയ്ത ടൈറ്റാനിക് ബെൽഫാസ്റ്റ് മ്യൂസിയം കണ്ട് പടിയിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മറക്കാനാവാത്ത ചരിത്രവും മായ്ക്കാനാവാത്ത കുറേ കാഴ്ചകളുമായിരുന്നു. അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യണമെന്ന് എനിക്കൊട്ടേറെ ആഗ്രഹമുണ്ട്.
ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. വിലയേറിയ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് ചൂടെയായി നിങ്ങൾക്ക് ചേർക്കാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.